ഹായ് ഗൈസ്, പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജലജയാണെങ്കിൽ പാമ്പടിയൊക്കെ കൊണ്ട് പോയിട്ട് തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. വന്നു കഴിയുമ്പോൾ പിന്നെയും ജലജയ്ക്ക് ഇങ്ങനെ കുശുമ്പ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ് നയനയോടും ദേവയാനിയോടും ഒക്കെ. അതിനിടയ്ക്കാണ് നന്ദു വന്നിട്ട് അഭിയെ അറസ്റ്റ് ചെയ്തിട്ടും കൂടെ പോകുന്നത്. പിന്നെ പറയണ്ടല്ലോ കാര്യങ്ങൾ. കുത്തിത്തിരിപ്പുമായിട്ട് ജലജ നവ്യയുടെ അടുത്ത് എത്തുകയാണ്. അങ്ങനെ നവ്യയെ നയനയ്ക്ക് നന്ദുവിനെതിരെ ഇളക്കി വിടുകയൊക്കെ ചെയ്യുക. എന്നിട്ടും തീരാത്ത ആ ഒരു കുശുമ്പ് ജലജ തീർക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എങ്ങനെയെങ്കിലും നയനയ്ക്ക് വിഷം കൊടുക്കണം. നയനയ്ക്ക് കൊടുക്കാൻ വച്ചിരിക്കുന്ന ജ്യൂസിലേക്ക് വിഷം ചേർത്ത് വെക്കുകയാണ് അബിയും ജലജയും കൂടി കേട്ടോ. അപ്പോഴാണ് നമ്മുടെ നവ്യ ഇത് കാണുന്നത്, നവ്യയ്ക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടുന്നതും ഒക്കെ. ഇതിൻ്റെ എല്ലാം പുറകിൽ അഭിയും ജലജയും തന്നെയാണെന്ന് നവ്യ അതോടുകൂടി മനസ്സിലാക്കുകയാണ് കേട്ടോ. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ജലജ ആശുപത്രിയിൽ നിന്ന് വരികയാണ്. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ ഇത്ര പെട്ടെന്ന് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ജലജ പറയാം, അതെന്നെ പാമ്പ് പതുക്കെ ഒന്ന് കടിച്ചതേ ഉള്ളൂ, അതുകൊണ്ട് അധികം വിഷമൊന്നും ഉള്ളിലേക്ക് കയറിയില്ല. അപ്പോൾ ഡോക്ടർമാരും എല്ലാവരും പറഞ്ഞു ഒരു പ്രശ്നവുമില്ല, വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു, അതുകൊണ്ടാണ് പോകുന്നത്. എൻ്റെ ഭാഗ്യത്തിന് ഏതായാലും പാമ്പ് അങ്ങനെയേ ചെയ്തോളൂ എന്ന് പറയാം. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ആ പാമ്പ് ഇവിടെ വന്നത് എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സംശയമുണ്ട്. ഈ വീട്ടിൽ ആ കരിമൂർഖൻ എത്തണമെങ്കിൽ അത് വെറുതെ അങ്ങനെ കയറി വരുമെന്ന് തോന്നുന്നൊന്നുമില്ല. ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതായിരിക്കാനാണ് വഴിയെന്ന് പറയാം. അപ്പോൾ അഭി പറയേ, പിന്നെ ഇതെന്താ അപ്പച്ചി അങ്ങനെ പറയുന്നത്? ഞാനാണോ അത് ചെയ്തതെന്നാണോ നിങ്ങൾ പറയുന്നത്? എനിക്ക് എന്തായാലും ഒരു പാമ്പിനെ എടുത്തിട്ട് ഇവിടെ വരാനുള്ള ധൈര്യമൊന്നുമില്ലെന്ന് പറയാം. അപ്പം നയന പറയാം, അത് നീ ഇപ്പം കൊണ്ടുവരണമെന്നൊന്നും ഇല്ലല്ലോ, അതൊരു പാമ്പാട്ടിയെ പറഞ്ഞ് ഏൽപ്പിച്ചാൽ അയാൾ ആ പാമ്പിനെ ഇവിടെ കൊണ്ടുവിടും, അതിനൊക്കെയുള്ള വഴി നിനക്കറിയാമെന്ന് പറയാം. അപ്പോൾ ഉടനെ ജലജ പറയാം, വെറുതെ നിൽക്കുന്ന അബിയെ നിങ്ങളെല്ലാവരും കൂടെ കുറ്റപ്പെടുത്തുക. ഏതായാലും ആ പാമ്പ് ഇവിടെ വന്ന് കയറി, അതുകൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ. എന്നെയല്ലേ പാമ്പ് കടിച്ചത്? അതിപ്പോൾ ഇവൻ ചെയ്തിട്ടാണോ എന്നെ പാമ്പ് കടിച്ചത്? നിങ്ങളെല്ലാവരും കൂടെ വെറുതെ അബിയുടെ തലയിൽ എല്ലാ കുറ്റും കൂടി വയ്ക്കാൻ നോക്കല്ലേ എന്ന് പറയാം. അപ്പം ദേവേനി പറയുന്നുണ്ട്, അബിയുടെ തലയിലൊന്നും വയ്ക്കാനൊന്നും നോക്കുന്നില്ല, ഇവനെ അങ്ങനെ സംശയിക്കുന്നുമില്ല. പക്ഷേ ഇതിൻ്റെ പേരിൽ നന്ദു ആ പാമ്പാട്ടിയെ കണ്ട് സംസാരിച്ചിട്ടൊക്കെ വരികയാണെങ്കിൽ സത്യം അറിഞ്ഞാൽ നന്ദു അതിൻ്റേതായ തീരുമാനം എടുക്കും. അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നന്ദു പോയതെന്ന് പറയാം. ഓഹോ, അപ്പോൾ ഇതും നന്ദു അന്വേഷിക്കാനായിട്ട് തന്നെ ഇരിക്കുവാണോ എന്ന് ചോദിക്കുകയാണ് അബി. അപ്പം നയന പറയുന്നുണ്ട്, പിന്നെ അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ? ഇതിപ്പം എന്നെ ടാർഗറ്റ് ചെയ്ത കാര്യമാണെന്നാണ് തോന്നുന്നത്. ഞാൻ തന്നെ ആയിരിക്കണം ഇതിൻ്റെ അകത്ത് ഇരയാവേണ്ടത്. ഏതായാലും എൻ്റെ ഭാഗ്യത്തിന് അത് സംഭവിച്ചിരുന്നേ ഉള്ളൂ എന്ന് നയനയും പറയാം. അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, എനിക്ക് തീരെ വയ്യ, ഭയങ്കര ക്ഷീണമുണ്ട്, ഞാനൊന്ന് പോയി കിടക്കട്ടെ, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യേ. ഏതായാലും പാമ്പാട്ടിയായ പാമ്പിനെ കൊണ്ടുപോയല്ലോ, ഇനി ഈ വീട്ടിൽ ആ സാധനം ഇല്ലെന്നുള്ള ഉറപ്പല്ലേ എന്ന് പറയാം. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, പേടിക്കേണ്ട ജലജയെ, അതിനെ ആ പാമ്പാട്ടി വന്ന് കൊണ്ടുപോയി, അതുകൊണ്ട് നീ ഇനി പേടിക്കേണ്ട, സ്വസ്ഥമായിട്ട് പോയി കിടന്നു. നിനക്ക് എന്തൊരു പേടിയും വെപ്രാളവുമായിരുന്നു രാവിലെ തൊട്ടെന്ന് പറയണം. അപ്പോൾ ജലജ റൂമിലേക്ക് കയറി ചെല്ലുക. ജലജ റൂമിൽ ചെന്ന് കഴിഞ്ഞ് കിടക്കാൻ പോകുമ്പോൾ അബിയ പുറകെ ചെല്ലുക. ചെന്നിട്ട് ജലജയോട് പറയാം, കണ്ടോ ദേ ആ നന്ദു അന്വേഷണത്തിനൊക്കെ ആയിട്ട് പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇനി അവൾ അന്വേഷിച്ച് പെറുക്കി ആ പാമ്പാട്ടിയെ കണ്ടെത്തി അയാൾ എങ്ങാനും സത്യം പറഞ്ഞാൽ തീർന്നു. കൊലപാതക കുറ്റത്തിനായിരിക്കും അവൾ എന്നെ പിടിച്ചുകൊണ്ട് പോകുന്നത്. അല്ലേ തന്നെ എൻ്റെ എല്ലാ കളത്തരങ്ങളും ദേ അവളുമാർക്കൊക്കെ അറിയാം. നന്ദുവാണെ എന്നെ ഒന്ന് നോട്ടം ഇട്ടിട്ടുണ്ട്. ഇനി എപ്പോഴാണോ അവൾ എന്നെ അറസ്റ്റ് ചെയ്യുന്നത്? പിന്നെ അവളുടെ ചേച്ചി നവ്യെ ഓർത്തിട്ടാണെന്ന് തോന്നുന്നു ഒരു കാര്യങ്ങളും അവൾ പുറത്തു പറയാതിരിക്കുന്നത്. അപ്പോൾ ജലജ ചോദിക്കുക, നീ അതിനു മുൻപ് എന്ത് കുറ്റമാടാ ചെയ്തത്? നീ എന്തെങ്കിലും കുറ്റം ചെയ്തോ? ഇപ്പോൾ ഈ പാമ്പിനെ കൊണ്ടുവന്നുള്ള സത്യ, അതിനെന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അത് അവളുമാർ നിരത്തട്ടെ, അപ്പം നിന്നെ അറസ്റ്റ് ചെയ്യാം. അല്ലാതെ നീ എന്താ ചെയ്തേ? ജ്വല്ലറി കൊള്ളയടിച്ചോ? ഇല്ലല്ലോ. പിന്നെ ആ അനഘ എന്ന് പറയുന്നവരുടെ കുഞ്ഞ് ആദർശിൻ്റെ അല്ലേ, അവനല്ലേ അവളെ ഈ അവസ്ഥയിലാക്കിയത്. പിന്നെ ഇനിയിപ്പം നീയാണെന്ന് പറയുമോ അവളുമാർ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അതൊക്കെ ചോദിക്കുമ്പോൾ അബിയുടെ മനസ്സിലൊരു കുറ്റബോധം വരുന്നുണ്ട് കേട്ടോ. അനഘയെ കൊല്ലാൻ പോയതും ഈ അവസ്ഥയിലാക്കിയതും ഒക്കെ താനാണെന്ന് നന്ദുവിന് അറിയാമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് അബിക്കൊരു പേടിയൊക്കെ ആകുന്നുണ്ട്. പക്ഷെ അവൻ പറയുന്നുണ്ട്, ഞാനൊരു തെറ്റും ചെയ്തിട്ടൊന്നുമില്ല, പക്ഷേ എല്ലാ കുറ്റങ്ങളും എൻ്റെ തലയിൽ വയ്ക്കും, നോക്കിക്കോ എന്ന് പറയാം. അപ്പോൾ ജലജ പറയുന്നുണ്ട്, അതിനിങ്ങ് വരട്ടെ, അപ്പോൾ കാണാം. നിൻ്റെ ഭാര്യയുണ്ടല്ലോ നവ്യ, അവളെ ഞാൻ അവളുമാർക്കെതിരെ ഇളക്കി വിടും, അവളെ കൊണ്ട് തന്നെ എല്ലാത്തിനെയും തമ്മിലടുപ്പിക്കും. നീ കണ്ടോണം ഞാൻ കളിക്കാൻ പോകുന്ന കളിയെന്ന് പറയാണ് ജലജ. അപ്പോഴാ അഭി പറയുന്നുണ്ട് കേട്ടോ, എന്നാലും ആ നയനയുടെ ഭാഗ്യം ഒന്ന് ആലോചിച്ച് നോക്കണേ. അവളെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ സർപ്പത്തിനെ വരെ കൊണ്ടുവച്ചു, എന്നിട്ട് അവളുടെ കയ്യിൽ അത് കൊത്തിയില്ല. നിരപരാധിയായ അമ്മയുടെ കാലിൽ വന്ന് കൊത്തി. നമ്മുടെ സമയവും അവളുമാരുടെയൊക്കെ സമയവും തമ്മിലുള്ള ആ ബന്ധമൊന്നും നോക്കിക്കേ.
അപ്പോൾ ജലജ പറയാം, ശരിയാ, അവൾക്കിപ്പോൾ ശുക്രനാ, അതുകൊണ്ടല്ലേ ഇപ്പം ഇങ്ങനെ. ഒന്നാമത്തേതിന് അവൾ ഗർഭിണിയും കൂടിയായി. ഇനിയിപ്പോൾ എല്ലാവരുടെയും കൈവെള്ളയിലെ കണ്ണിലുണ്ണിയായിരിക്കും അവൾ. അവളുടെയൊക്കെ ഒരു സമയം കഷ്ടകാലം നേരാടാ നമുക്ക്. അതുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ എന്ന് പറയുക. അപ്പം അഭി പറയുന്നുണ്ട്, അതെ അതെ സൂക്ഷിക്കണം, എന്തായാലും നയനയെ വെറുതെ വിടരുത്, അങ്ങനെ അധിക നാൾ അവരൊന്നും സന്തോഷിക്കാൻ ഇടയാവരുതെന്ന് പറയാണ്. അപ്പം ജലജയം പറയാം, ശരിയാ, അങ്ങനെ ഞാൻ അവളെ വെറുതെ വിടുവൊന്നുമില്ല. കടുത്ത കൈ എന്തെങ്കിലും ചെയ്തിട്ടാണേലും അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ ഞാൻ കലക്കി കളയും. അത് അനന്തപുരിയിലേക്ക് അങ്ങ് ജനിച്ച് വീഴണ്ട. ആദർശിൻ്റെയും നയനയുടെയും കുഞ്ഞിന് എല്ലാ സ്വത്തുക്കളും കൊടുക്കാൻ നോക്കിയിരിക്കുക ആ കിളവനും കിളവിയും കൂടി. അത് ഞാൻ അങ്ങ് സമ്മതിക്കില്ല. ഈ കാര്യം നമുക്ക് പാളിപ്പോയെന്നുള്ളത് സത്യമാടാ. പക്ഷെ നീ നോക്കിക്കോ, ഈ അമ്മ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന്. ഞാനത് നല്ല വ്യക്തമായ പ്ലാനുകളോട് തന്നെ മോനെ മുന്നോട്ട് പോകുന്നത്. നീ എൻ്റെ ഒപ്പം തന്നെ നിൽക്കണമെന്ന് പറയാം. അപ്പം അഭി പറയുന്നുണ്ട്, തീർച്ചയായിട്ടും അമ്മയുടെ ഒപ്പം തന്നെ ഞാൻ നിൽക്കും, അമ്മ പറയുന്ന പോലെ തന്നെ ഞാൻ ചെയ്തോളാം. നമുക്കെല്ലാം ഒന്ന് കലക്കണം എന്ന് പറയാണ്. നമുക്ക് കൂട്ടായിട്ടേ അനാമികയുടെ അച്ഛൻ വേണു, അതുപോലെ ആ CI സച്ചിനും ഒക്കെ ഉണ്ട്. അവർക്കൊക്കെ ഈ കുടുംബത്തോടും ഇവരോടും ഒക്കെ വൈരാഗ്യ. ആ അവസരം കൂടി നമുക്കങ്ങ് മുതലാക്കണം എന്ന് പറയാം. അങ്ങനെ മൂന്നും കൂടി ഇതൊക്കെ പ്ലാൻ ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അതേസമയം പിറ്റേ ദിവസം ആകുമ്പോൾ തന്നെ അബിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടിരിക്കുകയാണ് നമ്മുടെ നന്ദു. രാത്രിയിലാണെങ്കിൽ നയന ആദർശിനോട് പറയുന്നുണ്ട്, ആദർശേട്ടാ, ഇന്നിവിടെ നടന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുകയാണ്. എന്തൊക്കെയോ ആപത്ത് വരാൻ പോകുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുക. അല്ലെങ്കിൽ ഇന്ന് ആ മൂർഖൻ എങ്ങനെ അനന്തപുരിയിൽ എത്തിയെന്നാണ് പറയുന്നത്. അപ്പം ആദർശ് പറയാണ്, അക്കാര്യത്തിൽ എല്ലാവർക്കും സംശയമുണ്ട്. നന്ദുവിനും ചില സംശയങ്ങളുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. നന്ദു അതിനെക്കുറിച്ച് അന്വേഷിക്കുമെന്നോ പറഞ്ഞത്. ആ മൂർഖൻ എങ്ങനെ അനന്തപുരിയിൽ എത്തി എന്നുള്ള കാര്യത്തിൽ. അപ്പം നയന പറയാണ്, എനിക്കെന്തോ കഷ്ടകാല സമയമാണ്. നമ്മൾ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പം ഈ പൂജയൊക്കെ ചെയ്യാൻ പോയപ്പം അത് മറ്റെന്തെങ്കിലും രീതിയിൽ എന്നെ ഉപദ്രവിച്ചിരുന്നെങ്കിലോ, ആരോ എന്നെ ടാർഗറ്റ് ചെയ്ത് ഇത് കൊണ്ടുവച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയുക. അപ്പം ആദർശ് പറയുന്നുണ്ട്, താൻ അങ്ങനെയൊന്നും ഇപ്പോൾ വിചാരിക്കേണ്ടടോ. ഈ സമയത്ത് ആവശ്യമില്ലാത്ത ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല. തന്നെ ഉദ്ദേശിച്ച് ആരെങ്കിലും കൊണ്ടുവച്ചതാണെങ്കിൽ പോലും അതൊന്നും സംഭവിച്ചില്ലല്ലോ. തനിക്ക് ദൈവാധീനമുണ്ട്, ഈശ്വരൻ്റെ അനുഗ്രഹമുണ്ട്. അതുകൊണ്ടല്ലേ തനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ, ഒരു പോറൽ പോലും. അഥവാ ഇങ്ങനൊക്കെ ചെയ്താലും അത് അബിയെ ചെയ്യുള്ളൂ. അത് അപ്പച്ചിക്ക് എന്നെ കിട്ടുകയും ചെയ്തല്ലോ എന്ന് പറയുക. അപ്പം നയന പറയുന്നുണ്ട്, അത് ശരിയാ, അബിക്കും അപ്പച്ചിക്കും ആദ്യം മുതലേ ഒരു പേടിയും ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു. അവരത് കാണിക്കുകയും ചെയ്തതാണ് ഇവിടെ. അപ്പോൾ എല്ലാവർക്കും ഇപ്പം അവരെ തന്നെയാണ് സംശയം എന്ന് പറയുമ്പോൾ ആദർശ് പറയേ, ശരിയാ, അവർ തന്നെയാകാനേ വഴിയുള്ളൂ. അബിക്കായി കുരുട്ടു ബുദ്ധിയൊക്കെ തോന്നുന്നത്. ആ സർപ്പത്തിനെ ഇവിടെ കൊണ്ടുവച്ച് ഇവിടുത്തെ പൂജ അലങ്കോലാക്കാനും തന്നെ ഉപദ്രവിക്കാനും ഒക്കെ ആയിട്ട് അവർ ചെയ്തു കൂട്ടിയതായിരിക്കും. ഏതായാലും ചക്കിന് വച്ചത് കൊക്കിനെന്ന് പറഞ്ഞ പോലെ അപ്പച്ചിക്ക് എന്നെ കിട്ടിയല്ലോ എന്ന് പറയാം. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, ആ പാമ്പ് കൊത്തിയിട്ടും അപ്പച്ചിക്ക് ആ വിഷം അങ്ങോട്ട് ഏറ്റേയില്ല. അതെങ്ങനെയാണോ ഏക്കുന്നത്, അതിലും വലിയ വിഷമല്ലേ അപ്പച്ചിയുടെ ഉള്ളിൽ കിടക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ആ പാമ്പിൻ്റെ വിഷം കയറുന്നതെന്ന് ചോദിക്കുക. അപ്പം നയനയും ചിരിക്കുക. നയനയെ ആദർശം കൂടി അതൊക്കെ പറഞ്ഞിങ്ങനെ ചിരിക്കുകയാണ്. അപ്പം നയന പറയുന്നുണ്ട്, നന്ദുവിന് നല്ല സംശയമുണ്ട്. നന്ദുവിൻ്റെ ആ പോലീസ് ബുദ്ധി വെച്ച് നന്ദു പറയുകയും ചെയ്തു ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുമെന്ന്. പിന്നെ ആദർശേട്ട വേറൊരു കാര്യം കൂടി അവൾ പറഞ്ഞു, ആ അബിയുടെ കാര്യം. ജ്വല്ലറിയിലെ കള്ളത്തരങ്ങളും അതുപോലെ അനഘയെ ഉപദ്രവിച്ചതും ഒക്കെ അബിയാണ്. അനഘയെ വളരെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അബിയെ വെറുതെ വിടാൻ പറ്റില്ലെന്നാണ് നന്ദു പറഞ്ഞത്. ഇത്രയും നാളും അവൾ നവീച്ചയെ ഓർത്തിട്ടാണ് ഒന്നും വേണ്ടെന്ന് വച്ചത്. പക്ഷേ ഇനിയിപ്പോൾ അവൾ അത് ചെയ്യില്ലെന്നും ഇന്നത്തെ പൂജയുടെ ഒരു ദിവസം ആയതുകൊണ്ട് മാത്രമാണ് അബിയെ അറസ്റ്റ് ചെയ്യാതിരുന്നതെന്നും നാളെ നേരം വെളുത്താൽ അവൾ അബിയെ അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്കൊരു വിഷമമുണ്ട്. ഇവിടെ ഇനി എന്തെല്ലാം പുകിലുകളാണോ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ആദർശ് പറയാം, അവൻ തെറ്റ് ചെയ്തെങ്കിൽ അങ്ങനെ ആകണം, അവനെ അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യണം. അതിന് വേറൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇതുപോലുള്ള ക്രൂരതകൾ അവൻ ഇനിയും ചെയ്തുകൂടാ. അപ്പോൾ പറയാണ്, നവ്യേച്ചിയും അപ്പച്ചിയും ഒക്കെ അതിനെ എതിർക്കും എന്ന് പറയുമ്പം ആദർശ് പറയാം, അവർ രണ്ടുപേരുമല്ലേ എതിർക്കുള്ളൂ, വേറെ ആരും എതിർക്കില്ല. എല്ലാവർക്കും അബിയുടെ സ്വഭാവം അറിയാം. ഇനിയിപ്പം നവ്യയെ ഓർത്ത് മാത്രം നന്ദു അബിയെ വെറുതെ വിട്ട അതൊരു ചതിയായി പോകും. ഇനിയും അവന് ഇതുപോലുള്ള ക്രൂരതകളൊക്കെ ചെയ്തു കൂട്ടും എന്നൊക്കെ ഇങ്ങനെ അവർ സംസാരിക്കുക. നന്ദു ആണെങ്കിൽ സ്റ്റേഷനിൽ ചെന്ന് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം തന്നെ അബിയെ അറസ്റ്റ് ചെയ്യണം. അതിനുള്ള സകല തെളിവുകളും ഒക്കെ നിരത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ജ്വല്ലറിയിൽ കള്ളത്തരങ്ങൾ ചെയ്ത് കോടികളുടെ വെട്ടിപ്പ് നടത്തി
എന്നുള്ള കാര്യം കള്ളസ്വർണം മൂർത്തീസ് ജ്വല്ലറി വഴി വിറ്റഴിക്കാൻ വേണ്ടി ആഭരണങ്ങളാക്കി. പിന്നെ രണ്ടാമതാണെങ്കിൽ അനഘയെ വഞ്ചിച്ച് ചതിച്ച് ഈ ഒരു അവസ്ഥയിലാക്കി. ഇപ്പോഴും വയ്യാതെ കിടന്ന അനഘയെ കൊല്ലാൻ ശ്രമിച്ചത് അഭിയാണെന്നും അത് അങ്ങനെയാണ് അനഘ ഇപ്പം ആശുപത്രിയിലായതെന്നും അങ്ങനെയുള്ള കൊലപാതക കുറ്റം അഭിയുടെ മേലിൽ ചുമത്തണം. പിന്നെ ഇപ്പോൾ പോരാത്തതിന് അനന്തപുരിയിൽ ഈ മൂർഖനെ കൊണ്ടുവന്ന് ആരെയോ കടിച്ചു കൊല്ലാൻ വേണ്ടി അതിനെ കൊണ്ടുവന്ന ആ കേസ് അതും ഒരു ഗൂഢാലോചന കേസാണ്. പാമ്പാട്ടിയാണെങ്കിൽ അതിനായിട്ട് തെളിവ് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളപ്പം ഈ 3 കേസും ചാർജ് ചെയ്ത് അഭിയെ നാളെ രാവിലെ തന്നെ ചെന്ന് അറസ്റ്റ് ചെയ്യണം എന്ന് നന്ദു തീരുമാനിക്കുക. പക്ഷെ നന്ദു പറയുന്നുണ്ട് തീർച്ചയായിട്ടും അത് ചെയ്തിരിക്കും ഞാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയും അവനെപ്പോലെയുള്ള വിഷവിത്തുക്കൾ ഇങ്ങനെ വളർന്നു പോകുന്നത് ശരിയല്ല. അനന്തപുരിയിൽ അവൻ വിളയാടുന്നുണ്ട്. അവിടെ എൻ്റെ ചേച്ചിമാരുടെ ജീവിതം കൂടിയാണ് അവൻ നശിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു ക്രൂരൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ചേച്ചിയുടെ ജീവിതത്തിന് കൂടി ആപത്താണ്. അതുകൊണ്ട് അടുത്ത ദിവസം തന്നെ ഞാൻ അഭിയെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയാണ്. എന്നിട്ട് രാത്രിയിൽ നന്ദു അനിയെ വിളിക്കുക. എന്നിട്ട് അനിയോട് പറയുന്നുണ്ട്, അനി ഇന്ന് അവിടെ അരങ്ങേറിയ സംഭവത്തിൽ നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ആ പാമ്പ് അവിടെ വന്നതിൽ പനി പറയാം. പിന്നെ തീർച്ചയായിട്ടും അബിയെ സംശയമുണ്ട്. അബിക്കും അപ്പച്ചിക്കും ആദ്യം മുതലേ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അവർ എന്തിനോ വേണ്ടി കൊണ്ടുവന്നതാ. പൂജ മുടക്കാനോ നയനേച്ചിയെ ഉപദ്രവിക്കാനോ വേണ്ടിയിട്ടായിരിക്കും ചെയ്തത്. അബി അതും ചെയ്യും, അതിൻ്റെ അപ്പുറവും ചെയ്യുമെന്ന് അനി പറയുക. അപ്പം നന്ദു പറയുന്നുണ്ട്, ശരിയാടാ, അബി തന്നെ ചെയ്തതാ. ഞാൻ ആ പാമ്പാട്ടിയെ കണ്ടിരുന്നു. അയാളെ ചോദ്യം ചെയ്തപ്പം അയാൾ സത്യങ്ങളെല്ലാം പറയുകയും ചെയ്തു. അബി 10,000 രൂപ കൊടുത്ത് ആ പാമ്പിനെ വാങ്ങിക്കൊണ്ട് വന്നതാ. ആ പാമ്പാട്ടി തന്നെയാണ് ആ പാമ്പിനെ അവിടെ കൊണ്ടു കൊടുത്തതും. അതുകൊണ്ട് അബിക്കെതിരെ അയാൾ തെളിവ് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ക്രൂരത ചെയ്യുന്ന അബിയെ വെറുതെ വിടാൻ പറ്റില്ല. അതുപോലെ നിങ്ങളുടെ ജ്വല്ലറിയിൽ നടന്ന ആ സ്വർണ്ണക്കടത്തുണ്ടല്ലോ, ആ സ്വർണ്ണക്കൊള്ള, അതിലും അവനാണ് പങ്കാളി. അവനാണ് അവിടുത്തെ ജോലിക്കാരെ പ്രേരിപ്പിച്ച് കള്ളസ്വർണം കൊണ്ട് ആഭരണങ്ങൾ ഉണ്ടാക്കി വിറ്റ് ജ്വല്ലറിയിൽ തിരിമറി നടത്തിയത്. അതുപോലെ തന്നെ അനഘയുടെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. അനഘയുടെ കുഞ്ഞ് അബിയുടേതാണ്. അതിൻ്റെ പേരിൽ ഉപദ്രവിച്ചത് കൊണ്ടാണ് അനഘ ഇന്ന് കോമാ സ്റ്റേജിൽ അവിടെ കിടക്കേണ്ടി വരുന്നത്. മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന ആ പെൺകുട്ടിയെ വീണ്ടും ചെന്ന് ഉപദ്രവിച്ചിട്ടാണ് ഇപ്പോൾ അവൾ വീണ്ടും ആശുപത്രിയിലായിരിക്കുന്നത്. ഇങ്ങനെ കൊലപാതകങ്ങൾ ചെയ്യാൻ വേണ്ടി കരുതിക്കൂട്ടി നടക്കുന്ന ഒരുത്തനെ വെറുതെ വിടാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അപ്പോൾ അനി പറയുന്നുണ്ട്, ഒരിക്കലുമില്ല, നീ ഒന്നും വിചാരിക്കണ്ട. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യണമെന്ന് പറയാണ്. അപ്പോൾ ആ നന്ദു പറയാം, എടാ ഞാൻ അങ്ങനെയാണെങ്കിൽ നാളെ അനന്തപുരിയിലെത്തി അവനെ അറസ്റ്റ് ചെയ്യും. അവിടെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നവ്യേച്ചിയും അതുപോലെ തന്നെ അപ്പച്ചിയും ഒക്കെ അത് അനുവദിച്ചു തരില്ല. അവരവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരിക്കും. പിന്നെ ഇങ്ങനെ ഒരു പോലീസും അറസ്റ്റും ഒക്കെ അനന്തപുരിയിൽ ഉണ്ടാവുന്നത് അനന്തപുരിക്കാർക്ക് നാണക്കേടാവാനും സാധ്യതയില്ലെന്ന് ചോദിക്കുമ്പോൾ അനി പറയാ, അതൊന്നും നീ വിചാരിക്കേണ്ട. അനാമിക എന്ന് പറയുന്നവൾ ചാനലിൻ്റെയൊക്കെ മുമ്പിൽ വന്നിരുന്ന് അനന്തപുരിയിലുള്ളവരെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് വിളിച്ചു പറഞ്ഞത്. അതിൻ്റെ പേരിലുണ്ടായ മാനക്കേടൊന്നും ഇതിലുണ്ടാവില്ലല്ലോ. ഇതിലൂടെ കുറച്ച് സത്യങ്ങളൊക്കെ തെളിയല്ലേ ഉള്ളൂ. അബി അർഹിക്കുന്ന കുറ്റം ചെയ്തതിന് അർഹിക്കുന്ന ശിക്ഷ അവന് കിട്ടുകയല്ലേ ചെയ്യുള്ളൂ. അതുപോലെ എല്ലാം ഒന്ന് കലങ്ങി തെളിയുകയും ചെയ്യും. മറ്റുള്ളവരുടെ ജീവന് കുറച്ച് വിലയെങ്കിലും കൊടുക്കണ്ടേ? നീ നിന്റെ ഡ്യൂട്ടി ചെയ്യണം. അതിന് മറ്റുള്ളവരെ ഒന്നും കുറിച്ച് ചിന്തിക്കേണ്ട. അപ്പം നന്ദു പറയാ, നവ്യേച്ചിയുടെ കാര്യത്തിലാണ് എനിക്ക് വിഷമമുള്ളൂ. ഇപ്പം അബിയെ ചെന്ന് ഞാൻ അറസ്റ്റ് ചെയ്താലും നവ്യേച്ചി അത് വിശ്വസിക്കില്ല. അബിയെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞാലും നവ്യേച്ചി വിശ്വസിക്കില്ല. മനഃപൂർവ്വം ഞാനും നയനേച്ചിയും കൂടെ ചേർന്ന് ആദർശനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്നേ പറയുള്ളൂ എന്ന് പറയുമ്പോൾ അബി പറയാ, അതൊന്നും നീ ചിന്തിക്കണ്ട. നീ എന്തായാലും നിന്റെ ഡ്യൂട്ടി ചെയ്യാൻ പറയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ തന്നെ നന്ദു പോലീസുമായിട്ട് വരുവാണ് കേട്ടോ അനന്തപുരിയിലേക്ക്. അനന്തപുരി വന്ന് അബിയെ വലിച്ചിറക്കുക. അപ്പോഴേക്കും ജലജയും നവിയും എല്ലാവരും വരും. എന്നിട്ട് അബിയോട് പറയുന്നുണ്ട്, കയറട ജീപ്പി കയറട എന്ന് പറയാണ്. അപ്പോൾ ഉടനെ നവ്യ വന്നിട്ട് ചോദിക്കുക, എന്തിനാ നന്ദു, എന്തിനാ ഇപ്പോൾ അബിയെ പിടിച്ചുകൊണ്ട് പോകുന്നത്, എന്തിനാ അബിയെ അറസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയാണ് മുത്തച്ഛനോടായിട്ട്, മുത്തച്ഛ, ഞാൻ അബിയെ കൊണ്ടുപോവാണ്. പല കേസിലും ഇവൻ പ്രതിയാണ്. 2-3 കേസിലൊക്കെ ഇവനെക്കുറിച്ച് വ്യക്തമായ തെളിവുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൊണ്ടുപോകുന്നതെന്ന് പറയാം. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താ പ്രശ്നം? ജ്വല്ലറിയിലെ കേസുണ്ട്, അതുപോലെ വേറെ 2 കൊലപാതക ശ്രമത്തിനും ഇവനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ എനിക്ക് പറ്റില്ല. ഇന്നലെ ഇവിടെ പാമ്പിനെ കൊണ്ടുവന്നത് ആരാണെന്ന് മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ അറിയാവുമെന്ന് ചോദിക്കുക. അപ്പോൾ മുത്തശ്ശൻ പറയാം, ആരാ, എന്താ സംഭവം, ആരെങ്കിലും കൊണ്ടുവന്നത് തന്നെയാണോ മോളെ അത് തെളിഞ്ഞോ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ പറയുന്നുണ്ട്, തെളിഞ്ഞു, ആ മൂർഖനെ ഇവിടെ കൊണ്ടുവന്നത് അബിയാണെന്ന് പറയാം. അപ്പോൾ അബി പറയുന്നുണ്ട്, അയ്യോ ഞാനോ, ഇവള് വെറുതെ എൻ്റെ തലയിലേക്ക് എല്ലാ കുറ്റവും വയ്ക്കുകയാണ്. ഇവളും ഇവളുടെ ചേച്ചി നയനയും കൂടെ ചേർന്ന് എന്നെ കുറ്റപ്പെടുത്തുകയാണ് ആദർശിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. എവിടുന്നോ പോയൊരു പാമ്പിനെ ഞാനെങ്ങനെ ഇവിടെ കൊണ്ടുവരാനാ? അപ്പം നന്ദു പറയാതെ, എൻ്റെ അടുത്ത് നീ കിടന്ന് വിളയരുത് കേട്ടോ, അടിച്ച് നിന്റെ കരണക്കുറ്റി ഞാൻ പൊട്ടിക്കും. നീ ചെയ്തു കൂട്ടിയ കുറ്റങ്ങളൊക്കെ എന്താണെന്ന് നിനക്ക് തന്നെ അറിയാമല്ലോ. എന്നിട്ടും എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ ഛർദ്ദിക്കാൻ നിന്നെ കൊണ്ടല്ലേ പറ്റുള്ളൂ. ഇന്നലെ ആ പാമ്പാട്ടിയെ ഞാൻ കണ്ടിരുന്നു. പാമ്പാട്ടി സത്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്.
ആവശ്യം വന്ന് അയാൾ സ്റ്റേഷനിൽ വന്ന് മൊഴി തരികയും ചെയ്യും. അയാളെ നിർബന്ധിച്ച് അയാൾക്ക് പണം കൊടുത്ത് അയാളുടെ കയ്യിൽ നിന്ന് ആ പാമ്പിനെ വാങ്ങി ഇവിടെ കൊണ്ടുവന്നത് ഇവനാണ്, നയനയെ കടുപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പം ജലജ പറയുക, എന്ത് നുണയും പറയുന്നത്? നയനയെ കടുപ്പിക്കാനോ? പാമ്പിനോട് പറഞ്ഞാലെന്താ, അത് ചെന്ന് കടിക്കോ? എന്നിട്ട് എന്നെയല്ലേ അത് കടിച്ചത്? അത് നിങ്ങളുടെ പ്രവൃത്തി ദോഷം, കർമ്മ എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ കിട്ടിയതാ നിങ്ങൾക്കത്. എൻ്റെ ചേച്ചി തികഞ്ഞ ദൈവവിശ്വാസിയാണ്. ദൈവങ്ങളുടെയൊക്കെ അനുഗ്രഹം എൻ്റെ ചേച്ചിക്കുണ്ട്. അതുകൊണ്ട് എൻ്റെ ചേച്ചിക്ക് ഒന്നും സംഭവിച്ചില്ല. നിങ്ങൾ ആ ചെയ്തത് മറ്റാർക്കെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? എന്തൊരു ദുഷ്ട മനസ്സോടു കൂടിയാണ് നിങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. ഇവൻ ഇനിയും വെറുതെ വിടാൻ പറ്റില്ല, കേരള ജീപ്പിലെന്ന് പറയാം. അപ്പം മുത്തശ്ശനും പറയുന്നുണ്ട്, നാന്തുമോളെ ഇങ്ങനെയൊക്കെ ചെയ്ത ഇവനെ ഇനി ഇവിടെ നിർത്തണ്ട, നീ നിന്റെ ഡ്യൂട്ടി ചെയ്തോ എന്ന് പറയാണ്. തീർച്ചയായും മുത്തശ്ശ എന്ന് പറഞ്ഞ് വലിച്ചു കയറ്റുക വണ്ടിയിലേക്ക്. അപ്പം അപ്പോഴേക്കും നയനയും ജലജയെല്ലാം ഇറങ്ങി വന്ന് തടയാനൊക്കെ ശ്രമിക്കുകയും ബഹളം വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നന്ദു പറയാം, കേരട വണ്ടിയിലെന്ന് പറഞ്ഞ് വലിച്ച് അബിയെ കയറ്റി കൊണ്ടുപോവുക. ഒരെണ്ണം കാരണത്തിന് കൊടുക്കുന്നുമുണ്ട്. കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിയുമ്പം ലോക്കപ്പിലിട്ട് കഴിയുമ്പം നന്ദു ചെന്നിട്ട് ചോദിക്കുക, എടാ നീ അല്ലടാ ഈ തെറ്റുകളൊക്കെ ചെയ്തത്. ഇന്നലെ ആ പാമ്പിനെ അവിടെ കൊണ്ടുവന്നത് നീ തന്നെയല്ലേ? എൻ്റെ ചേച്ചിയെ കൊല്ലാൻ വേണ്ടിയല്ലേ നീ അത് ചെയ്തത്? ഗർഭിണിയായ എൻ്റെ ചേച്ചിയെ കൊല്ലാൻ നിനക്ക് തോന്നിയല്ലോ, നീ ആ ചെയ്തതിനുണ്ടല്ലോ എന്നും പറഞ്ഞ് കൊടുക്കുകയാണ് കേട്ടോ. നന്ദുവിൻ്റെ ദേഷ്യം മുഴുവൻ തീർക്കുകയാണ്. അതുപോലെ അനഘയെ ഉപദ്രവിച്ചത്, അബലകളായ പെൺകുട്ടികളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നവനല്ലേടാ നീ എന്ന് ചോദിച്ച് കൊടുക്കുക. എടാ ദുഷ്ടപിശാച എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ സമയത്ത് നമ്മുടെ നവ്യയ്ക്ക് അങ്ങ് ഹാലിളകി. നവ്യ അവിടെ നിന്നിട്ട് അനന്തപുരിയിൽ നിന്ന് മുത്തശ്ശനോടും മുത്തശ്ശിയോടും ആദർശനോടും ഒക്കെ ആയിട്ട് പറയുക, അതെ ദേ അബിയെ കൊണ്ടുപോയ കണ്ടല്ലോ, അബി ഒരു നിമിഷം പോലും ആ ജയിലിൽ കിടക്കാൻ പാടില്ല. വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിൽ എല്ലാവരും കൂടെ എൻ്റെ അബിയെ, അവൻ തെറ്റ് ചെയ്തിട്ടില്ല, മറ്റുള്ളവരുടെ തെറ്റ് മറയ്ക്കാൻ വേണ്ടിയിട്ട് അവനെ ഇപ്പോൾ പിടിച്ചുകൊണ്ട് പോയത്, അവനെ ഉടനെ ജാമ്യത്തിൽ ഇറക്കണം എന്ന് പറയാനും. അപ്പോൾ മുത്തശ്ശൻ പറയാം, മോളെ നവ്യേ അതൊന്നും നടക്കാൻ പോകുന്നില്ല. അവൻ ചെയ്ത തെറ്റുകൾ എന്താണെന്ന് നന്ദു പറഞ്ഞല്ലോ. ഇന്നലെ ആ മൂർഖനെ ഈ വീട്ടിൽ കൊണ്ടുവന്ന് ഉപദ്രവിക്കാൻ ശ്രമിച്ചതും അവൻ തന്നെയാണ്. അതുപോലെ ജൂവലറിയിലും ഈ കള്ളത്തരങ്ങൾ ചെയ്ത ഈ പെരുങ്കള്ളന് വേണ്ടി ജാമ്യം എടുക്കാനൊന്നും എന്നെ കിട്ടില്ല എന്ന് പറയണം മുത്തശ്ശൻ. അതുമല്ല ഇവിടുന്ന് ആദർശം അനിയൊന്നും പോവില്ല അവന് ജാമ്യം എടുക്കാനായിട്ട്. അവന് അവിടെ കിടന്ന് എണ്ണട്ടെ, അവൻ അനുഭവിക്കേണ്ട അവിടെ കിടന്ന് അനുഭവിക്കുക തന്നെ ചെയ്യണമെന്ന് പറയാം. അപ്പോൾ നമ്മുടെ നവ്യയ്ക്കും ജലജയ്ക്കും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. നവ്യ പറയാണ്, അങ്ങനെയൊക്കെ നിങ്ങളെല്ലാവരും പറയും, അബിയെ എല്ലാവരും ഒറ്റപ്പെടുത്തുക ചെയ്യുന്നത്. അബി കുടുംബത്തിലെ അല്ലല്ലോ, അതുകൊണ്ടല്ലേ അവനെ ഇങ്ങനെയൊക്കെ ഒറ്റപ്പെടുത്തുന്നത്. എന്തായാലും എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനല്ലേ അവനെ ഒറ്റപ്പെടുത്താനൊന്നും എനിക്ക് പറ്റില്ല. ഞാൻ പോയി നന്ദുവിനെ കണ്ട് സംസാരിച്ച് ജാമ്യം വാങ്ങിച്ച് അബി ഇറക്കിയിട്ടേ വരുള്ളൂ. അങ്ങനൊന്നും ചെയ്യാൻ ആരെക്കൊണ്ടും പറ്റില്ല. ഇതെന്താ വെള്ളരിക്ക പട്ടണോ എന്നൊക്കെ ചോദിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോവാ നവ്യ അവിടെ ചെന്ന് ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുക നന്ദുവിനോട്. അപ്പം നന്ദു പറയുന്നുണ്ട്, ചേച്ചി എന്തെല്ലാം പറഞ്ഞാൽ ഇതേ ഇവനെ ചെല്ലുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നന്ദു നല്ല ഇടി കൊടുക്കുകയാണ് അബിക്കിട്ട്. അത് കാണുമ്പോൾ നവ്യ അങ്ങ് പൊട്ടിത്തെറിക്കുക, നീ എന്താ നന്ദു ഈ കാണിക്കുന്നത്? നീ അബിയെ തല്ലുകയാണോ? അവനെ തല്ലാൻ മാത്രം എന്ത് തെറ്റാ ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പം നല്ല വയറ് നിറച്ച് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ നവ്യയ്ക്ക്. അങ്ങനെ നവ്യ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുക നാണം കെട്ട് ജാമ്യം കിട്ടാതെ. തിരിച്ചു വന്നു കഴിയുമ്പോഴേക്കും ജലജ നവ്യയോട് കുത്തിത്തിരിപ്പുണ്ടാക്കി കൊടുക്കുവാണ്. കണ്ടോ, നിന്റെ അനിയത്തിമാർ നിനക്കെതിരെയാണ്. ആ നയനയോട് മാത്രമേ നന്ദുവിന് സ്നേഹമുള്ളൂ. നയനയും ആദർശിനെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിന്റെ ഭർത്താവ് അബിയെ കരുവാക്കിയിരിക്കുന്നത്. നിന്നോട് അവർക്ക് ആർക്കും ഒരു താല്പര്യമില്ല. നീ ഈ വീട്ടിലും നിന്റെ വീട്ടിലും എല്ലാം ഒറ്റപ്പെട്ട് തന്നെയാണ് കഴിയുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കുത്തിത്തിരിപ്പുണ്ടാക്കി കൊടുക്കുവാണ്. അപ്പോൾ ജലജയ്ക്ക് കുറച്ച് സന്തോഷമാവുക. എന്നിട്ട് നവ്യ ആ ദേഷ്യം വെച്ചിട്ട് നന്ദാവനത്തിൽ ചെന്ന് ഭയങ്കര ഷോയൊക്കെ കാണിക്കുന്നുണ്ട്. നന്ദുവിനോടും നയനയോടും ഒക്കെ പറയാണ്, നിങ്ങളെപ്പോലെ രണ്ട് അനിയത്തിമാരുണ്ടായതാണ്, എൻ്റെ ശാപമാണ് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്നും പ്രശ്നം ഉണ്ടാക്കിയിട്ടൊക്കെ പോരുക. അങ്ങനെ ഇതൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ അബിക്ക് ജാമ്യമൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ, റിമൈൻഡൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ. അതേസമയം ജലജ ഇങ്ങനെ തിളച്ച് നിൽക്കുകയാണ് നയനയോടൊക്കെ ഉള്ള ദേഷ്യം. അങ്ങനെ ജാമ്യമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അബി തിരിച്ചെത്തി കഴിയുമ്പോൾ ജലജയായിട്ട് പ്ലാൻ ചെയ്യുകയാണ് കേട്ടോ. ഇനിയും ഇവളെ ഒന്നും വെറുതെ വിടാൻ പറ്റില്ല. ഇതിപ്പം നമുക്കൊരു അബദ്ധം സംഭവിച്ചു പോയി, ആ പാമ്പിനെ കൊണ്ടുവന്നത് പിടിക്കപ്പെട്ടു പോയി. പക്ഷേ ഇനി നമ്മൾ അവളെ ഒന്നും വെറുതെ വിടില്ല, എങ്ങനെയാലും തീർക്കണം നയനെ എന്ന് പറഞ്ഞ് ജലജ പറയാണ്, ഞാനൊരു കാര്യം ചെയ്യാം, അവൾക്ക് കൊടുക്കാൻ വേണ്ടി ഏടത്തി എടുത്ത് വെക്കുന്ന ജ്യൂസാണ് ഇതിൽ ഞാനൊരു സാധനം ചേർത്തങ്ങ് വയ്ക്കും. ഏടത്തി അന്ന് കുടിച്ച് പാലിലെ വിഷം കുടിച്ചതുപോലെ അവളും കുടിച്ച് വേദന കൊണ്ട് പുളഞ്ഞ് ഇവിടെ കിടന്ന് അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞ് അബിയും ജലജയും കൂടി ഈ വിഷം ജ്യൂസിലിങ്ങനെ ചേർക്കുകയാണ് കേട്ടോ.
അതേസമയം നമ്മുടെ നവ്യ അതുവഴി വരുമ്പോൾ കാണുകയാണ് ജലജയും അഭിയും കൂടി ഇങ്ങനെ പെറുപെറുക്കുന്ന കണ്ട് നവ്യയ്ക്കുള്ള ആ ഒരു പൊതു സംശയത്തോടു കൂടി നവ്യ ഇങ്ങനെ നോക്കുമ്പോഴാണ് കാണുന്നത് കേട്ടോ. ഈ എടുത്തു വെച്ചിരിക്കുന്ന ജ്യൂസിലേക്ക് പൊടി ചേർക്കുകയാണ് ജലജ. എന്നിട്ട് അഭിയോട് പറയുകയാണ്, അവളെ ഞാൻ തീർക്കും, നമ്മൾ ഇതുവരെ ചെയ്തതൊക്കെ വെറുതെ ആയിപ്പോയി, പക്ഷെ ഇത് വെറുതെ ആവുകയല്ല, അവളുടെ കുഞ്ഞു ഇല്ലാതാവണം എന്ന് പറഞ്ഞ് ഇത് ചേർക്കുക. അഭിയും പറയുന്നുണ്ട്, എന്നെ ലോക്കപ്പിലിട്ട് തല്ലി ചതച്ചത് ആ നന്ദു, അവൾ കരയണം, അവളുടെ ചേച്ചിയുടെ വിറങ്ങലിച്ച ശരീരം കണ്ട് അവളിന്ന് പൊട്ടിക്കരയും എന്നൊക്കെ പറഞ്ഞ് ഈ വിഷം ഇങ്ങനെ ചേർക്കുന്നത് കണ്ടുകൊണ്ട് നമ്മുടെ നവ്യ നിൽക്കുകയാണ്. അപ്പം നവ്യയ്ക്ക് കാര്യമൊക്കെ പിടികിട്ടി കേട്ടോ. ഇവർ രണ്ടുപേരും കൂടെ നയനയെ കൊല്ലാൻ വേണ്ടി ഒപ്പിക്കുന്ന പണിയാണെന്ന് മനസ്സിലാവുമ്പോൾ നവ്യ ഞെട്ടിപ്പോവാണ് കേട്ടോ. എങ്ങനെയെങ്കിലും നയനയെ രക്ഷിക്കണം എന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് നവ്യയാണെങ്കിൽ ഇവർ വച്ചിട്ട് പോകുന്ന ജ്യൂസൊക്കെ എടുത്ത് മാറ്റി വെച്ച് നയനയെ രക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്